അച്ഛനും അമ്മയും വന്ദനയും വർഷയൊക്കെ ഉള്ളപ്പോ സുഖമായാലും ദുഃഖമായാലും അതൊക്കെ പങ്കിട്ട് പോകുമായിരുന്നു. ഇപ്പോ സങ്കടങ്ങൾ പങ്കിടാൻ ആരുമില്ല. മൊത്തത്തിൽ ഏറ്റുവാങ്ങാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ ഭർത്താവിന് എപ്പോഴും കണക്ക് കൂട്ടലുകളും ആലോചനകളും. എന്നിട്ട് ഓരോ കാര്യങ്ങളിൽ ചെന്ന് ഇടപെട്ടാലോ കിട്ടുന്നതെല്ലാം തിരിച്ചടികളായിരിക്കും. അങ്ങാടി തോറ്റതിന് അച്ചിയോടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എല്ലാ തിരിച്ചടികളുടെയും ദേഷ്യവും സങ്കടവും തീർക്കുന്നത് ഭാര്യയായ എന്നോടും. ജീവിതം വല്ലാതെ മടുത്തുപോയി വന്ദനെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുചിത്രേ. അച്ഛനമ്മമാരുടെ ശാപദോഷം എന്ന് പറയുന്നതേ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അവരെ ദ്രോഹിച്ചും പറ്റിച്ചും വശം കെടുത്തിട്ടുമല്ലേ പുതിയ വീട് വെച്ച് മാറിയത്. അവനൊന്നും ഒരു കാലത്തും കുളം പിടിക്കില്ല. കുടുംബസഹിതം തൊലഞ്ഞു പോവുകയുള്ളൂ. എന്തോർത്തിട്ടാ വസന്തേച്ചി പറയുന്നത്? സങ്കടം പറയുന്നത് സുചിത്രയെടുത്തിയാ. എടുത്തിയൊന്നും നമ്മളോടൊപ്പം നിന്നിട്ടേ ഉള്ളൂ. ഹരിതയെ പോലെ എന്റെ പണം, എന്റെ മുറി, എന്റെ ഭർത്താവ് എന്നൊന്നും പറഞ്ഞ് നമ്മളെ താറടിച്ചിട്ടില്ല. അതിനിവളെ താറടിച്ച് ആരെങ്കിലും പറഞ്ഞോ? എന്റെ സഹോദരനായ പ്രകാശിന്റെ കന്നം തിരിവുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. സ്വന്തം ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുന്നത് സഹോദരിയാണെങ്കിൽ പോലും ഒരു ഭാര്യ അത് സഹിക്കില്ല. എന്തെങ്കിലും ആശ്വാസം പ്രതീക്ഷിച്ചിട്ടായിരിക്കും സുചിത്രയുടെ ഇങ്ങോട്ട് വന്നത്. അപ്പോ ഈ കുടുംബസഹിതം തൊലഞ്ഞു പോട്ടെ എന്നൊക്കെ പറയുന്നത് കഷ്ടാണ് ചേച്ചി. ശപിച്ചോട്ടെ. എല്ലാവരും ഉണ്ട്. എന്റെ കാര്യത്തിൽ മാത്രം ഞാൻ മാത്രമേ ഉള്ളൂ. അതൊക്കെ സുചിത്രയുടെ വെറും തോന്നല. ഏട്ടത്തിക്ക് വേണ്ടുന്ന കാര്യത്തിലെല്ലാം ഇവിടെ എല്ലാവരും ഉണ്ട്. പ്രകാശ് ചേട്ടനെ പേടിച്ച് ആരും അങ്ങനെ ഇടപെടുന്നില്ലെന്നേ ഉള്ളൂ. കുറെ നാളായില്ലേ ഏട്ടത്തി ഉണ്ടാക്കുന്ന ഒരു ചായ കുടിച്ചിട്ട്. അടുക്കളയിൽ കയറി എല്ലാം ചിട്ടയായും ഭംഗിയായും അടുക്കി വെച്ചിട്ട് ഒരു ചായ ഇട. അതെ, നമുക്ക് ഒരുമിച്ചിരുന്ന് നല്ലൊരു ചായ കുടിക്കാം.